മൊറോക്കൻ സീരീസിൽപ്പെട്ട ടൈലാണ് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന 2x2 സൈസ് വരുന്ന വിട്രിഫൈഡ് ടൈലാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ സൈറ്റിലും നമ്മൾ ആദ്യം ടൈല് ഒട്ടിക്കുന്നതിന് മുമ്പ് റൈറ്റ് ആംഗിളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഒട്ടിക്കാറുള്ളത്. ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എല്ലാ ടൈലും ഫ്ലോറിൽ നിരത്തി വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഈ വീടിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത്. കൂടുതലും തെർമൽ എക്സ്പാൻഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് അത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേഡ് കൂടിയ വൈറ്റ് ഗം തന്നെ ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കുന്നത്. ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഗമ്മ് തേച്ചിട്ടാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്ത് ഗമ്മിൽ ടൈൽ ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആവുമ്പോൾ ഭാവിയിൽ വിട്ടുപോരാനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും. ഇവിടെ നമ്മൾ ഫ്ലോറിൽ മാത്രമല്ല ഗമ്മ് അപ്ലൈ ചെയ്യുന്നത്, ടൈലിന്റെ പുറകിൽ ഇതേപോലെ ട്രവൽ ഉപയോഗിച്ചിട്ട് ബട്ടറിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഫ്ലോർ ആയിട്ട് നല്ല ബോണ്ടിങ് ആയിരിക്കും ടൈൽ ഉണ്ടാവുക. ഈ ടൈല് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് 4 ടൈലിന്റെ ജോയിന്റ് ഒരു സ്ക്വയർ പാറ്റേൺ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആ ഒരു പാറ്റേൺ കറക്റ്റ് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ആദ്യം ടൈല് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് നിരത്തിയിട്ട് വെച്ച് നോക്കിയിട്ടുള്ളത്. അവസാനം നമ്മൾ ഈ മാർബിളിന്റെ ബോർഡർ ഒക്കെ വെച്ചിട്ട് ഈ വർക്ക് നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്.